വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി ചോക്ലേറ്റ് സ്മൂതിയുടെ റെസിപ്പി കാണാം. അപ്പോൾ ചോക്ലേറ്റ് സ്മൂതി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കൊക്കോ പൗഡറാണ്. ഇവിടെ ഇതേപോലെ 2 ടേബിൾ സ്പൂൺ കൊക്കോ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. ഇതേപോലെ പേസ്റ്റായി കിട്ടും. ഇത് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ കുറച്ച് ആമണ്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആമണ്ട്സ് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊലി ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ആമണ്ട്സ് നമ്മൾ സോക്ക് ചെയ്യുന്ന 2-3 മണിക്കൂർ നോർമൽ വെള്ളത്തിൽ കുതിർക്കാം. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തൊലി ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ നമുക്കൊരു 5 ആമണ്ട്സാണ് ഈ അളവിന് വേണ്ടത്. അപ്പോൾ ഇവിടെ അതേപോലെ 3 ഡേറ്റ്സ് ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ആമണ്ട്സും കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സ്മൂതിക്ക് നല്ലൊരു തിക്നെസ് കൊടുക്കാനും അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കാനും ഞാൻ ഉപയോഗിക്കുന്നത് ബനാനയാണ്. അപ്പോൾ പഴം ഇതേപോലെ ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. നല്ല പഴുത്ത പഴം വരുമ്പോൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തൊലി കളഞ്ഞ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്, നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഷേക്കിന് നല്ല തിക്നെസ്സും കിട്ടും. തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഫ്രീസ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ്. ഇനി ഇത് നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇടാം, ചോപ്പ് ചെയ്തിട്ട്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്ന റോബസ്റ്റ പഴമാണ്, 2 എണ്ണം. ഇതിലേക്ക് 3 ഡേറ്റ്സ്, 5 ബദാം തൊലി കളഞ്ഞത്, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പേസ്റ്റ്. ഇതിലേക്ക് പാല് കുറേശ്ശെ ചേർക്കാം, അല്ലെങ്കിൽ ആമണ്ട്സ് ഒക്കെ നന്നായിട്ട് അരയാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു 1/2 കപ്പ് പാൽ ആദ്യം ചേർക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതെങ്ങനെ ബാക്കി പാലൂടെ ചേർക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള പാലൂടെ ചേർക്കാം. മൊത്തം നമ്മൾ 1 കപ്പ് പാലാണ് ചേർത്തേക്കുന്നത്. നമുക്ക് സെർവിങ് ഗ്ലാസസിലേക്ക് ഒഴിക്കാം. ഈ സ്മൂത്തി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു സ്ലൈസ് ഓഫ് ബനാന ഇട്ടു, കുറച്ച് ആമണ്ട്സും കൂടെ. നമ്മൾ കുടിക്കുമ്പോൾ ഇടയ്ക്കൊരു ബൈറ്റും ആവും. ഹെൽത്തി ചോക്ലേറ്റ് സ്മൂത്തി ഒരു ബനാന സ്ലൈസും ഒരു ആമണ്ട് സ്ലൈസ് ചെയ്തും വെച്ച് നമ്മൾ ഗാർണിഷ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിഫൈൻഡ് ഷുഗർ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിനകത്തുള്ള മധുരം എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത പഴത്തിൽ നിന്നും ഡേറ്റ്സിൽ നിന്നുമുള്ള മധുരമാണ്. അപ്പോൾ ആവശ്യത്തിനൊരു മധുരം ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് ടൈം ഇല്ലെങ്കിലൊക്കെ പെട്ടെന്ന് കുടിക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഫില്ലിംഗ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.